നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇറാനിൽ തകർന്നു വീണ ഉക്രൈൻ വിമാനത്തിലെ 180 യാത്രക്കാരും മരിച്ചെന്ന വാർത്ത ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. ഇറാനിൽ നിന്ന് ഉക്രൈനിലേക്ക് പറക്കവെയാണ് വിമാനം ഇറാൻ തലസ്ഥാനമായ തെഹ്റാൻ സമീപം ഇന്നലെ രാവിലെ തകർന്നു വീണത്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിമാനം തകർന്നു വീണതെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നത്. വിമാനത്താവളത്തിന് സമീപത്ത് തന്നെയായിരുന്നു ദുരന്തമുണ്ടായതെന്ന് സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ ആശങ്കയും ഭീതിയും കനപ്പെട്ടു നിൽക്കുന്നതിനിടെയാണ് ഉക്രൈൻ യാത്രാ വിമാനം ഇറാനിൽ തകർന്നു വീണെന്ന ദുരന്ത വാർത്തയും പുറത്തുവരുന്നത്. എന്നാൽ ഇറാന്റെ തലസ്ഥാനത്ത് നിന്ന് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം 63 കനേഡിയന്മാർ ഉക്രൈൻ പാസഞ്ചർ ജെറ്റിൽ മരിച്ചുവെന്ന വാർത്തയും പുറത്തേക്ക് വരുന്നുണ്ട്. വിദേശകാര്യമന്ത്രി ഫ്രാങ്കോയിസ്റ്റ് ഫിലിപ്പ് ഷാംപെയിൻ ഇത് ദാരുണമായ വാർത്തയെന്ന് പറയുകയുണ്ടായി. കാനഡയുടെ ഹൃദയം ഇരകളുടെ പ്രിയപ്പെട്ടവരുടേതാണ്. നിരവധി കനേഡിയന്മാർ ഉൾപ്പെടെ ഇതിൽ ഉണ്ടായിരുന്നു. സ്ഥിതിഗതികൾ വികസിക്കുന്നതനുസരിച്ച് കനേഡിയന്മാരെ അറിയിക്കാമെന്ന് അദ്ദേഹം വാക്കു ചെയ്യുകയുണ്ടായി. അതേസമയം ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം ഇറാനിൽ നിന്നും 82 പേരും 63 കനേഡിയന്മാരും 11 യുക്രൈനിയൻസും അതോടൊപ്പം തന്നെ 10 സ്വീഡൻസും 4 അഫ്ഗാൻസും 3 ജർമ്മൻസും എന്നിവരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വ്യോമയാന ദുരന്തത്തിൽ കനേഡിയന്മാർക്ക് സംഭവിച്ച ഏറ്റവും വലിയ ജീവിത നഷ്ടമാണിത്. 1985 ജൂൺ 23-ന് മോൺട്രിയാലിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 ഗ്രേറ്റ് ബ്രിട്ടന് സമീപമുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കാനഡ 2012-ൽ ഇറാനിലെ എംബസി അടച്ചുപൂട്ടി നയതന്ത്ര ബന്ധം നിർത്തിവെച്ചു. അസ്ഥിരമായ സുരക്ഷാ സാഹചര്യം കാരണം ഇറാനിലേക്കുള്ള അനിവാര്യമല്ലാത്ത യാത്ര ഒഴിവാക്കണമെന്ന് കാനഡ കനേഡിയന്മാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. വിമാനാപകടത്തെക്കുറിച്ച് യാത്രാ ഉപദേശം പരാമർശിക്കുന്നില്ല താനും. എന്റെ ഹൃദയം തകർന്നിരിക്കുന്നു. നിങ്ങളുടെ കനേഡിയൻ സഹോദരന്മാർക്കൊപ്പം ഈ വേദനയുടെ കടന്നു പോകേണ്ടി വരും. കാനഡയിലെ ഉക്രൈൻ അംബാസിഡർ ആൻഡ്രി ഷെവ്ചെങ്കോ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. 180 പേരുമായി ഉക്രൈനിയൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിമാനം PS-752 ബുധനാഴ്ച രാവിലെയാണ് തെഹ്റാനിൽ തകർന്നു വീണത്. കീവിലേക്ക് പോകുന്ന വിമാനത്തിലുണ്ടായിരുന്ന 171 യാത്രക്കാരും 9 ജീവനക്കാരും മരിച്ചുവെന്ന് ഇറാൻ സ്റ്റേറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇതിലാണ് 63 കനേഡിയക്കാരും മരിച്ചതായുള്ള വാർത്തയും പുറത്തേക്ക് വന്നത്. ബോയിങ് 737-800 എന്ന വിമാനം ഇറാനിയൻ തലസ്ഥാനത്തിന് 60 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് പരണ്ടിന് സമീപത്തെ കൃഷിയിടത്തിലാണ് തകർന്നു വീണത്. വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് ഇമാം ഖുമൈനി അന്താരാഷ്ട്ര വിമാനത്താവളം ഫാസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. 2.4 കിലോമീറ്റർ ഉയരത്തിൽ പറന്നുയർന്ന വിമാനം 3 മിനിറ്റിനകം അപ്രത്യക്ഷമാവുകയായിരുന്നു. ഉക്രൈനിയൻ വിമാനം ആകാശത്ത് നിന്ന് ഒരു കൃഷിയിടത്തിലേക്ക് വീണുപോയപ്പോഴേക്കും തീപിടിച്ചെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ അതിൽ മരിച്ച 63 കനേഡിയന്മാർ ഇന്നും കാനഡയുടെ നൊമ്പരമായി മാറിയിരിക്കുകയാണ്. റവല്യൂഷണറി ഗാർഡ് ജനറൽ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിന് പ്രതികാരമായി ഇറാഖിലെ അമേരിക്കൻ സേനയിലെ 2 താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉക്രൈൻ വിമാനം തകർന്നു വീണത്. ഇതിനിടെ ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 80 സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.